കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ശാരീരികവും മാനസികവുമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കൊത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഈ തലവേദന പേടിച്ചിട്ട് എവിടേക്കും ഇറങ്ങാറില്ല, പുറത്തേക്കൊന്നും പോകാറില്ല, TV കാണാറില്ല, ഫോൺ കാണാറില്ല, അതേപോലെ തന്നെ ഫങ്ഷൻസ് വരെ ശരിക്കും അറ്റൻഡ് ചെയ്യാനുള്ള പേടി. കാരണം ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിലാണ് ട്രിഗർ ചെയ്യപ്പെടുന്നത്. ചില ആളുകൾക്ക് ഉറക്കം വേണ്ട രീതിയിൽ ലഭിച്ചിട്ടില്ലെങ്കിലാണ് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കാണാറ്. ചില ആളുകൾക്കാണെങ്കിൽ ശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ആൾക്കാർ കൂടി നിൽക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈവൻറ്റിനൊക്കെ പോകുന്ന ടൈമിലൊക്കെ ആയിരിക്കും ഇത് ട്രിഗർ ചെയ്യപ്പെടാറ്. വേറെ ചിലർക്കാണെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ് കൊണ്ടുണ്ടാവാം. മറ്റു ചിലർക്ക് വേണ്ട രീതിയിലുള്ള വെള്ളം ശരീരത്തിൽ ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് വരാം. അല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച ശേഷം, അതായത് ഐസ്ക്രീം, ചോക്ലേറ്റ്, അല്ലെങ്കിൽ ചില സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ്. ചില ആളുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ശ്വസിക്കുന്ന സമയങ്ങളിൽ, അതായത് പെർഫ്യൂം, ഇത്തരത്തിലുള്ള സ്മെല്ലൊന്നും പറ്റാറില്ല. അത് കാരണം മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. ഈ സ്ത്രീകളിലാണെങ്കിൽ മെൻസസിൻ്റെ ഒരു ടൈമൊക്കെ ആയാലും ആ ഹോർമോണൽ ചേഞ്ച് കാരണം മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയിലും പല കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടുന്നത്. മൈഗ്രെയിൻ തലവേദനയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തലയുടെ ഏതെങ്കിലും വശങ്ങളായിട്ട് വരുന്ന ശക്തമായുള്ള വേദന തല മൊത്തം വ്യാപിക്കുന്ന രീതിയിലായിട്ട് മാറുക. അത് ചിലപ്പോൾ 2-3 ദിവസം വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും ഈ ബുദ്ധിമുട്ടുകൾ. അതിനോടൊപ്പം തന്നെ ഓക്കാനം അല്ലെങ്കിൽ ഛർദി, അമിതമായിട്ടുള്ള ക്ഷീണം, ഇരുട്ടടയുന്ന പോലെ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള പ്രയാസം, ഇരുട്ടുള്ള റൂമിൽ ഒന്ന് കിടന്നുറങ്ങിയാൽ ഈ പെയിനൊന്നും കുറയുന്ന പോലെ തോന്നുക. ഇതൊക്കെ മൈഗ്രെയിൻ തലവേദനയ്ക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടും തലവേദന ഇനിയും മാറാതെ നടക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തലവേദന പൂർണ്ണമായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹോമിയോപ്പതി പോലത്തെ മരുന്നുകൾ ശീലമാക്കുക. ഹോമിയോപ്പതി മരുന്നുകൾ കുറച്ച് മാസം തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലവേദനയുടെ ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മൈഗ്രെയിൻ സംബന്ധമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.